ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമുക്ക് സപ്പോസ് അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ മീൻ മീഡിയൻ മോഡ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് എക്സ് വാല്യൂ കാണും, ഫ്രീക്വൻസി ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം, മാർക്സ് ആകാം, അല്ലെങ്കിൽ ഹൈറ്റ് ആകാം, വെയിറ്റ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ ആ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അങ്ങനെയും വരാം, എക്സ് എഫ് എന്ന് തന്നെ വരണമെന്നൊന്നുമില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർമുല. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന മീനാണ്. മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ മീൻ ഇസ് ഈക്വൽ ടു, നമ്മൾ റോ ഡേറ്റയ്ക്ക് പഠിച്ചായിരുന്നു സിഗ്മ എക്സ് ബൈ എൻ എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ എന്നുള്ളതാണ്. ഓക്കെ, സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് എന്താ, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് എഴുതാം. അപ്പോൾ ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫിന് ഇക്വലൻ്റ്. ദാറ്റ് മീൻസ് സം ഓഫ് ദ ഫ്രീക്വൻസി. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കാം സം ഓഫ് ദ ഫ്രീക്വൻസിയുടെ സം. 2 + 3 5, 4 9, + 5 14, + 4 8, 18 + 2 20. So your total frequency is 20 എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഫോർമുല അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എഫ് എക്സ് ആണ് വേണ്ടുന്നത്. എഫ് എക്സ് മീൻസ് ദ പ്രോഡക്റ്റ് ഓഫ് എഫ് ആൻഡ് എക്സ്. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് എഫും എക്സും ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എഫും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, ഗുണിക്കുക. അപ്പോൾ 5ഉം 2ഉം കൂടെ ഗുണിക്കുക. 5 2s 10, 3 10s 30, 15 4s 60, 25 100, 25 4s 100, 2 30 60. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ, ഫോർമുല അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സിഗ്മ എഫ് എക്സ് ആണ് വേണ്ടുന്നത്. അത് നമുക്ക് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കാം. സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 10 + 30 40, 40 + 60 100, 200, 300, 360. അപ്പം ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഫോർമുലയിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്കിനി മീൻ കണ്ടുപിടിക്കാം. മീന് സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ആൽഫബറ്റ് എക്സ് ബാർ എന്നുള്ളതാണ്. സോ വിച്ച് ഇസ് സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ 20. അവിടെ 0യും 0യും ക്യാൻസലായി, 2 1s 2 18s. സോ യുവർ മീൻ ഇസ് 80. ഓക്കെ, അപ്പം ഇതാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂൾ ലെവലിലെ ടെക്സ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ആൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പരീക്ഷയ്ക്ക് സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതാണെങ്കിൽ വളരെ എളുപ്പമാണ്. എക്സും എഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. സിഗ്മ എഫിൻ്റെ, അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക. മീന് സിഗ്മ എഫ് എക്സ് ബൈ എഫ്, അത് ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയുമാണ് മീൻ കാൽക്കുലേഷനിൽ വരുന്നത്. അടുത്ത മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ പഠിച്ചത് മീഡിയൻ ആയിരുന്നു. ഓക്കെ, മീഡിയൻ വരുമ്പം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു കൺസെപ്റ്റ് അതിനകത്ത് വരും, വിച്ച് ഇസ് നോൺ ആസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നിങ്ങൾ ഓൾറെഡി ഒജായ്വ് കണ്ടതാണ്. അപ്പോൾ ഒജായ്വിൽ നമ്മൾ പഠിക്കുന്ന ടേമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യത്തെ ഫ്രീക്വൻസി അതുപോലെ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അടുത്തതിലോട്ട് അതിനെ ആഡ് ചെയ്ത് പോകും. ക്യുമുലേറ്റീവ് മീൻസ് ആഡ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. 2 + 3 5, 5 + 4 9, 9 + 5 14, 14 + 4 18, 18 + 2 20. നോക്കി, നമ്മുടെ സിഗ്മ എഫിന് തുല്യമായിട്ടായിരിക്കും ലാസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഇങ്ങോട്ട് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 മാർക്ക് കിട്ടിയവരുടെ എണ്ണം എത്രയായിരുന്നു, 2 ആയിരുന്നു. അടുത്തത് 10, അതായത് ബിലോ 5 കിട്ടിയ എത്ര പേരുണ്ട്, 5 പേര്. ബിലോ 15 കിട്ടിയത് 9 പേര്. ബിലോ 20 കിട്ടിയത് 14 പേര്, 25. അപ്പം ബിലോ
ലെസ് ദാൻ, ഈ എഴുതിയിരിക്കുന്ന ആക്ച്വലി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് തിരിച്ചു എഴുതാറുണ്ട്. അതായത് ഈ ആദ്യത്തെ 2 എഴുതും, പിന്നെ 6, പിന്നെ 11, പിന്നെ 15, 18, 20 ഇങ്ങനെ താഴെ നിന്ന് മുകളിലോട്ട് എഴുതാറുണ്ട്. അത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അങ്ങനെയാണ് നമുക്ക് 2 രീതിയിൽ ഒജായി വരയ്ക്കുന്നത്, ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ആദ്യത്തെ തൊട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയതെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ നേരത്തെയും ചെയ്ത് കഴിഞ്ഞതാണ്. എന്നിൻ്റെ വാല്യൂ 20 ആണ്. സോ യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് n/2. n/2 മീഡിയൻ എന്താണെന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പം n/2 കണ്ടുപിടിക്കുക. 20/2 വിച്ച് ഇസ് ഈക്വൽ ടു 10. ഓക്കെ, 10 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 10 എവിടെ വരുന്നത് നോക്കാം. ഇവിടെ നോക്കി 9 വരെ ഇവിടെ ഉണ്ട്, 9 വരെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് 10 ഓട്ടോമാറ്റിക്കലി എവിടെ ആയിരിക്കും വരുന്നത്? 14ൻ്റെ അകത്താണ് വരുന്നത്. സോ യുവർ മീഡിയൻ ഇസ് ദ എക്സ് വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ്. എക്സ് വാല്യൂ കറസ്പോണ്ടിങ് ടു ദാറ്റ് എന്താ? ഇവിടെ 20 ആണ്. സോ യുവർ മീഡിയൻ ഇസ് ഈക്വൽ ടു 20. ക്ലിയർ ആയോ? നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതിന് എന്ത് ചെയ്യുക? n/2 കണ്ടുപിടിക്കുക. അപ്പോൾ 10 കിട്ടുമ്പം ആ ക്യുമുലേറ്റീവ് ഇവിടെ 2, ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 2 തൊട്ട് 5 എന്ന് പറഞ്ഞാൽ 2 തൊട്ട് 5 വരെ എല്ലാ നമ്പേഴ്സിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇവിടെ 5 തൊട്ട് 9 വരെ ഉള്ളു. അങ്ങനെ വരുമ്പോൾ 10 വരുന്നത് 14ൻ്റെ അകത്ത്. 14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് മീഡിയൻ. സോ മീഡിയൻ ഇസ് 20. അല്ലാതെ 14 അല്ല മീഡിയൻ വരുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് മീഡിയൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഇതിൽ മോഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. മോസ്റ്റ് റിപ്പീറ്റിംഗ് വാല്യൂ. മോസ്റ്റ് റിപ്പീറ്റിംഗ് വാല്യൂ മീൻസ് ദ വാല്യൂ വിച്ച് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി ഇവിടെ വരുന്നത് 5 ആണ്. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ അവിടെ മോഡും എന്തായിട്ട് വരും? 20 ആയിട്ട് വരും. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അൺഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നതായിരിക്കും. അത് പക്ഷേ ഒറ്റ സ്ട്രെച്ചിൽ തീരില്ല, 3 സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.